ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ കിടന്ന് ഉറങ്ങിയും കൃത്യം 2 മണിക്കൂറിൽ ഉറങ്ങി എണീറ്റ് റെഡിയായി ഇതാ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 മണിക്കൂറത്തേക്ക് ഫ്രഷപ്പ് ആവാനാണ് റൂം എടുത്തേക്കുന്നത്. നമ്മളങ്ങനെ കറക്റ്റ് 6-6:30 ആയപ്പോൾ റെഡിയായി പോകുന്നതിന് മുന്നേ സെൽഫിയൊക്കെ എടുത്ത് പോവുക. എവിടെ പോയാലും സെൽഫിയാണല്ലോ ആദ്യം മുഖ്യം. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ഓരോരുത്തരായി ഇറങ്ങി. പിള്ളേരൊക്കെ രാവിലെ തന്നെ എണീറ്റ്, നച്ചു നൈനുമൊക്കെ. പിന്നെ പിള്ളേരൊക്കെ എവിടെയെങ്കിലും പോകുകയാണെന്ന് അറിയുമ്പോൾ രാവിലെ തന്നെ എണീക്കുവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തോട്ട് പോവുക. ഇതാ കിടക്കുന്നു നമ്മുടെ ചെറുക്കൻ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവും ഇത് എവിടെയാണെന്നുള്ളത്. അതെ, നമ്മളിപ്പം വന്നേക്കുന്നത് മധുരയിലാണ്. മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സമയം ഒരു 6:45 ആയിക്കാണ്. നേരത്തെ ചെന്നാലേ നേരത്തെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുമെന്ന് ഹോട്ടലിലെ ജീവനക്കാരൻ പറഞ്ഞതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി പ്രസാദമൊക്കെ വാങ്ങിച്ച് ഭഗവാനെയും കണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. സമയം ഇപ്പോൾ ഒരു 11:45-12 അടുപ്പിച്ചായി. ഞങ്ങൾ 7 മണിക്ക് അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ച് 12 മണിക്കാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അന്നേരം തന്നെ എല്ലാവർക്കും വിശന്ന് നല്ല രീതിയിൽ പൊരിഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിലെ എല്ലാവരുടെയും ശീലമാണ്. അതുകൊണ്ട് തന്നെ മധുരയിലെ സ്പെഷ്യലായ ജഗർദന്ത എന്നൊരു ഷേക്ക് കുടിച്ച് അന്നേരമുള്ള ദാഹവും വിശപ്പൊക്കെ മാറ്റി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. മധുരയിലെ തിരക്കേറിയ റോഡിൽ കടയിൽ ഈ വിശാലമായ റോഡ് കണ്ടപ്പോൾ നമ്മുടെ ചെറുക്കനെ അങ്ങ് പറപ്പിച്ച് വിട്ടു. ഈ റോഡിൽ നമ്മൾ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുറത്ത് നല്ല ചൂടും അകത്ത് നല്ല തണുപ്പും തമിഴ്നാടിൻ്റെ ഈ പച്ചപ്പും ആ മലനിരയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. ഇവരൊക്കെ നല്ല ഉറക്കമാണെങ്കിലും ഉറങ്ങാത്ത 2 പേർ ബാക്കിൽ ഫുൾ ആക്റ്റീവായി ഇരിപ്പുണ്ടായിരുന്നു. അപ്പുചേട്ടനും കൂടെ. ഞങ്ങളങ്ങനെ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് പറ്റുന്ന രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ യാത്ര അങ്ങ് തുടർന്നു. നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ മാത്രം കാണുന്ന കാഴ്ചയാണ് ഈ ആടും പോത്തും പശുവൊക്കെ റോഡിൻ്റെ നടുക്കൂടെയും സൈഡിൽ കൂടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ആടിനെ കണ്ടോ? എനിക്ക് തന്നെ കണ്ടപ്പോൾ നമ്മുടെ ജമുനാപ്പാരി സിനിമയിലെ ജമുനാപ്പാരി ആടിനെ പോലെ തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൊമ്പൊക്കെ എന്ത് വലുതായിരുന്നു. ഒരു സൈഡ് ആടാണെങ്കിൽ മറ്റേ സൈഡിൽ പശു. ഇതാ ഒരു കൂട്ടം പശുക്കൾ റോഡിൻ്റെ നടുക്കൂടെ തന്നെ പോകുന്നുണ്ട്. ഇതാ ആ പശുവിനെ നയിക്കുന്ന അമ്മ പശുവും അച്ഛൻ പശുവും ആണെന്ന് തോന്നുന്നു ഇതാ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പശുവിനെയൊക്കെ കടത്തിവിട്ട് ഞങ്ങൾ മെല്ലെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഇവിടുന്ന് ഒരു 10-200 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തിയേക്കുവാണ്. അതെ, തഞ്ചാവൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജരാജ ചോളൻ പണിയിപ്പിച്ച ഈ പ്രഗതീശ്വരൻ ക്ഷേത്രം കാണാനാണ് ഞങ്ങളും വന്നേക്കുന്നത്. ഇന്നും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ആ പൈതൃക ഭംഗി ഇവിടെ തന്നെയുണ്ട്. എന്നാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിനുള്ളിൽ ആധുനിക രീതിയിലെ പെയിൻറ്റിങ് ചെയ്ത് ആ പഴമ നഷ്ടപ്പെടുത്തുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ നട്ടുച്ച സമയത്ത് പോലും നിലത്ത് പതിക്കില്ലെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ കാണാനും അറിയാനായി ഒരുപാട് കഥകളും കാഴ്ചകളുമുണ്ട്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നടന്ന് കണ്ട് ഫോട്ടോസും എടുത്ത് വിശ്രമിച്ച് അങ്ങനെ ഇരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 3 മണിയായി. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുമായിരുന്നു. കാരണം ഇവിടെ 4 മണിക്കാണ് ഇവിടുത്തെ അമ്പലം തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്കും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ കൊത്തുപണിക്കും ഓരോ ചോരുകൾക്കും പൈതൃകമായ കുറച്ച് കഥകളുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? നാലരയാകാറായപ്പോൾ ഞങ്ങളും കയറി തൊഴാനായിട്ട് ക്യൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തൊഴുകണം. അതിനുശേഷം ഞങ്ങളുമായിട്ടുള്ള കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസും കുറച്ച് ഷോ ഓഫൊക്കെ നടത്തിയതിന് ശേഷം തഞ്ചാവൂർ വന്നിട്ട് തഞ്ചാവൂർ പാവ വാങ്ങാതെ അങ്ങനെ ഞങ്ങൾ പാവ വാങ്ങാനായിട്ട് പോയി. പാവയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാവയൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഫുഡും കഴിച്ച് ടാറ്റ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം എങ്ങനെ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ കാണാം. എന്നാൽ ഓക്കെ, ബൈ.